ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫിക്സ് ആയാലും സുമാറിയയിലുള്ള കോണിഫോം സ്ക്രിപ്റ്റ് ആയാലും ഇതെല്ലാം വായിച്ചെടുത്ത് അവിടെ എന്താണ് എഴുതിയിരുന്നത് അവരെ എന്ന് മനസ്സിലാക്കി അതിലൂടെ അതിൻ്റെ ചരിത്രവും അതിൻ്റെ സംസ്കാരവും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. രേഖകളും എഴുത്തുകളും വായിച്ചിട്ടാണ് അശോകനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ ലിഖിതങ്ങളെ പറ്റിയിട്ടും ഒക്കെയുള്ള പല പഠനങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായപ്പോഴും ഇങ്ങനെ ഒരു സിന്ധു നദീതട സംസ്കാരം എന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു. ഫിഷ് സയൻസ് ആണ് അത് മെയിനായിട്ട്. അത് ഈ ആസ്റ്ററിസംസിനെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ള മട്ടിലൊക്കെ ചില ഹൈപ്പോത്തസിസുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു മീൻ, അതിൻ്റെ കൂടെ സംഖ്യകൾ 1, 2, 3. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നറിയപ്പെടുന്ന സൈന്ധവ സംസ്കാരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ അറിവ് നമുക്ക് ലഭിക്കുന്നത് 1870-കളിലാണ്. അലക്സാണ്ടർ കണ്ണിങ്ങാം എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റാണ് അതിൻ്റെ വിവരങ്ങൾ ലോകത്തിന് നൽകിയത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 150 വർഷമായിട്ട് ഈ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ അതിൻ്റെ എഴുത്തുകൾ, റൈറ്റിങ്സ്, അത് തിരിച്ചറിയാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4000-4000-ലേറെ വർഷം പഴക്കമുള്ള ഈ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള അതിൻ്റെ രേഖകൾ അത് തിരിച്ചറിയാനുള്ള ശ്രമങ്ങളിൽ പങ്കുവഹിച്ച ഒരാൾ നമ്മുടെ ദക്ഷിണേന്ത്യക്കാരനായ തമിഴ്നാട്ടിൽ നിന്നുള്ള ഐരാവതം മഹാദേവൻ എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഐരാവതം മഹാദേവൻ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഇത് വായിച്ചെടുക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു പണ്ഡിതനായിട്ടുള്ള ഡോക്ടർ സി ജ്യോതിബാബു സമീപകാലത്ത് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഫിൻലൻഡിലെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡിയ ഓറിയൻ്റാലിയ എന്ന് പറയുന്ന അന്താരാഷ്ട്ര അക്കാദമിക പ്രസിദ്ധീകരണത്തിലാണ് ഡോക്ടർ ജ്യോതിബാബുവിൻ്റെ പ്രബന്ധം വന്നത്. ഐരാവത മഹാദേവൻ്റെ സൈന്ധവ ലിഖിത പഠനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിമർശന പഠനം എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. ദീർഘമായിട്ടുള്ള ഒരു പ്രബന്ധമാണ്, 65ഓളം പേജുകളുണ്ട്. കേരളത്തിൽ നിന്ന് ഈ രംഗത്ത്, അന്താരാഷ്ട്ര രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രബന്ധം എന്ന ഒരു ഖ്യാതി കൂടി ഈ ലേഖനത്തിനുണ്ട്. ഈ പരിപാടിയിലേക്ക്, ബുക്ക് ടോക്കിലേക്ക് ഡോക്ടർ ജ്യോതിബാബുവിന് സ്വാഗതം. നമസ്കാരം. ജ്യോതിബാബു, പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് എന്നുവെച്ചാൽ സൈന്ധവ ലിഖിതങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് താങ്കളുടെ പ്രധാനപ്പെട്ട പഠന മേഖലയും PhD ഒക്കെ തന്നെ കെമിസ്ട്രിയിലായിരുന്നു. കെമിസ്ട്രിയിൽ നിന്ന് എങ്ങനെയാണ് ഈ സൈന്ധവ ലിഖിതത്തിൻ്റെ മേഖലയിലേക്ക് താങ്കൾ പോയത്? എന്തായിരുന്നു അതിനുള്ള കാരണം? ഇന്ത്യയുടെ പഴയ സംസ്കാരത്തെ പറ്റിയിട്ടും അതിൻ്റെ പുസ്തകങ്ങൾ, അതിൻ്റെ ചരിത്രം, അതുപോലെയുള്ള ഭാഷ. ഞാൻ സംസ്കൃത ഭാഷ എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജായിട്ട് ഞാൻ സ്കൂളിൽ തിരഞ്ഞെടുത്ത് പഠിച്ച ആളാണ്. അപ്പോൾ ഇന്ത്യയുടെ പുരാതന സംസ്കാരത്തിനെ പറ്റിയിട്ട് പഠിക്കാനും അറിയാനും ഒരു സവിശേഷ താല്പര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഭാഷാപരമായിട്ട് സംസ്കൃത ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആ ഭാഷയുടെ ഘടനയെ പറ്റിയിട്ടും ഭാഷയുടെ ബന്ധങ്ങളെ പറ്റിയിട്ടും വാക്കുകൾ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഒരു പ്രത്യേക താല്പര്യം കൂടെ ഉണ്ടായി വരും. കാരണം ആദ്യത്തെ ഗ്രാമർ ഗ്രന്ഥങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സംസ്കൃതം. അപ്പോൾ ഭാഷാഘടനയെ പറ്റിയിട്ട് സംസ്കൃതം പഠിക്കുന്ന ആളുകൾക്ക് പൊതുവേ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാറുണ്ട്. ഭാഷകളെപ്പറ്റി പൊതുവായിട്ടൊരു ധാരണയും, പൊതുവായിട്ട് ഭാഷകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു, അതിൻ്റെ വാക്കുകൾ എങ്ങനെ രൂപപ്പെടുന്നു തുടങ്ങിയുള്ള ചില കാര്യങ്ങളെ കൂടെ ഈ സംസ്കൃതം പഠിക്കുന്നവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ആ രീതിയിലും ഇന്ത്യയുടെ പുരാതന സംസ്കാരത്തെ പറ്റിയിട്ടൊരു താല്പര്യം, ഭാഷാപരമായുള്ള ഭാഷയുടെ ഘടനയെ പറ്റിയിട്ടും ഭാഷകളെ പറ്റിയിട്ടും ഉള്ള ഒരു താല്പര്യം, ഇങ്ങനത്തെ താല്പര്യങ്ങളൊക്കെ വന്നതിൻ്റെ കൂടെയാണ് ഈ സിന്ധു നദി സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ലേഖനങ്ങളും പഠനങ്ങളും ഒക്കെ വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതിൽ മറ്റു പല സംസ്കാരം, ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫിക്സ് ആയാലും സുമാറിയയിലുള്ള കോണിഫോം സ്ക്രിപ്റ്റ് ആയാലും ഇതൊക്കെ വായിച്ചെടുത്ത് പല പണ്ഡിതന്മാരും ഇതെല്ലാം വായിച്ചെടുത്ത് അവിടെ ആ സംസ്കാരത്തിനെ പറ്റിയിട്ടും അവിടെ എന്താണ് എഴുതിയിരുന്നത് അവരെ എന്ന് മനസ്സിലാക്കി അതിലൂടെ അതിൻ്റെ ചരിത്രവും അതിൻ്റെ സംസ്കാരവും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യയിൽ അതുപോലെ ഉണ്ടായി വന്ന, ഇത് പറഞ്ഞ പോലെ 1800-കളിലാണ് ഈ സിന്ധു നദീതടത്തിൽ ഖനനങ്ങൾ നടന്നതും അവിടെ ഈ തരത്തിൽ അവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. മുമ്പ് 1920
ഈ കാലഘട്ടത്തിന് മുമ്പ് അങ്ങനെയൊരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് 1921 മറ്റോ ആണ് അതിനെപ്പറ്റി ഖനനം നടന്ന് അതിലുള്ള പല പല വിവരങ്ങളും പുറത്തു വന്ന്. അതിനു മുമ്പ് ഹരപ്പ മൊഹൻജദാരോ പ്രദേശങ്ങളിലെ ആക്ച്വൽ ഖനനം നടക്കുന്നത്, എക്സ്കവേഷൻ നടക്കുന്നത് 1920s-ലാണ്. പക്ഷേ 1870s മുതൽ അതിന്റെ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. അതെ അതെ, അതിൽ ചില ഇതുപോലെയുള്ള ചില റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട്, റെയിൽവേ ആവശ്യത്തിന് വേണ്ടിയിട്ട് കല്ല് കൊണ്ടുവന്നപ്പോഴാണ് അത്ഭുതകരമായിട്ടുള്ള ചില എഴുത്തുകളുള്ള കല്ലുകൾ. അങ്ങനെയാണ് ഇങ്ങനൊരു സൂചന വന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടെ റെയിൽവേ ഉണ്ടാക്കിയതിലെ ചുടുകട്ടകൾ വളരെ വളരെ വലിയൊരു വിഭാഗം ഈ ഇവിടെ നടന്ന ഖനനത്തിനും അവിടെ കിട്ടിയ, അതായത് 4000 കൊല്ലം പഴക്കമുള്ള ഈ ചുടുകട്ടകൾ വെച്ചിട്ടാണ് അവിടെ റെയിൽവേ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഈ സൂചന വരുന്നത്. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെയൊരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്കറിയില്ല. നമുക്കറിയാവുന്ന സംസ്കാരം വേദ പഠനങ്ങളുണ്ട്, വേദ സംസ്കാരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെയുള്ള ചില രേഖകളും എഴുത്തുകളും വായിച്ചിട്ടാണ് അശോകനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ ലിഖിതങ്ങളെ പറ്റിയിട്ടും ഒക്കെയുള്ള പല പഠനങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായപ്പോഴും ഇങ്ങനെ ഒരു സിന്ധു നദീതട സംസ്കാരം എന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഖനനങ്ങൾ നടന്ന് ഇങ്ങനൊരു സംസ്കാരം ഉണ്ടായി മനസ്സിലാക്കി വന്നപ്പോഴാണ് ഈ സംസ്കാരം വളരെ വ്യത്യസ്തമായിരുന്നു എന്നും അവിടെ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു എന്നും. അതിനു മുമ്പ് നമ്മൾ ബ്രാഹ്മി സ്ക്രിപ്റ്റ് അശോകൻ്റെ കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്ന ബ്രാഹ്മി സ്ക്രിപ്റ്റിലാണ് ആദ്യത്തെ ഈ ലിഖിതങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ. അതായത് ക്രിസ്തുവിന് ഒരു ഏറി വന്ന 500 വർഷം മുമ്പ് മാത്രം, BC 4-ാം നൂറ്റാണ്ടെന്ന് 400 വർഷം മുമ്പ്, 400 വർഷം മാത്രമാണ് അശോകന്റെ. ആ കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ആദ്യമായിട്ട് ലിഖിതങ്ങൾ ഉണ്ടായെന്നാണ്. പക്ഷെ അതിനും ഒരു 3000 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ലിഖിതങ്ങളാണ് ഇവിടെ കണ്ടെത്തിയത് എന്നാണ്. അതെ, BC 3000 മുതലാണ് ഈ ലിഖിതങ്ങളുടെ തുടക്കമായിട്ട് പോട്ട് ഷെഡിങ്സിലൊക്കെ രേഖകളും അതും ഇതുമൊക്കെ വന്നത്. BC 2600 ആ കാലഘട്ടം ഒക്കെ കഴിഞ്ഞ് BC 2500 2000 കാലഘട്ടം മെച്ചുർ ഹാലപ്പൻ കാലഘട്ടം എന്ന് പറയുന്ന ആ കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് BC 1800 ആയപ്പോഴത്തേക്ക് ഡിക്ലൈൻ ചെയ്ത് ആ സംസ്കാരം താഴോട്ട് പോവുകയാണ് ചെയ്തത്. അല്ല, അപ്പം താങ്കൾ എത്ര കാലമായി ഈ ലിഖിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ് വാലിയായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 2001-2002 മുതലാണ് ഞാനിതിനെ കുറച്ച് ഗൗരവതരമായിട്ട് സമീപിക്കാൻ ശ്രമിച്ചത്. ആ കാലഘട്ടത്തിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള പല രേഖകളും അതൊക്കെ ഞാൻ വായിക്കാനിടയായത്. അതോട് എനിക്കതിൽ പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായി. അത് പഠിക്കണം, ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കാരണം ഇതുവരെ ആരും വായിച്ചിട്ടില്ലാത്തതല്ലേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം നടത്തി നോക്കാം എന്നുള്ളതുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ശ്രമം. താങ്കൾ അവിടെയൊക്കെ പോയി നോക്കിയോ? ഈ രേഖകൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എനിക്ക് തോന്നുന്നത് ലാഹോറിലും മ്യൂസിയത്തിലൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത്. മ്യൂസിയങ്ങളിലൊന്നും ഞാൻ പോയി നോക്കിയിട്ടില്ല. ഇല്ല അല്ലേ? ഓക്കെ. പക്ഷേ ഈ സൈന്ധവ ലിഖിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ ലിഖിതങ്ങളും നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്? ഈജിപ്തിലെ ലിഖിതങ്ങൾ വായിച്ചിട്ടുണ്ട്, ഗ്രീക്കിലെ വായിച്ചിട്ടുണ്ട്, അശോകൻ്റെ ലിഖിതങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സൈന്ധവ ലിഖിതങ്ങൾ ഇത്രയേറെ ഒരു എന്താ പറയുക പിടികിട്ടാ സംഗതിയായിട്ട് നിൽക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രശ്നം? ഒന്നാമത് ഉദാഹരണത്തിന് ഹീറോഗ്രാഫിക്സ് വായിക്കാൻ പറ്റിയത്, അത് മൂന്ന് ഭാഷകളിൽ എഴുതിയ ഒരു റോസറ്റ സ്റ്റോൺ എന്ന് പറയും. അങ്ങനെ ഒരു 3 ഭാഷകളിൽ എഴുതിയ ഒരു കല്ല് കണ്ടെടുത്താൻ കഴിയും. അതിൽ 3 ഭാഷ, ഗ്രീക്കിലും ഡെമോട്ടിക്, ഈ ഈജിപ്ഷ്യൻ ഹീറോഗ്രാഫിക്സിലും എഴുതിയതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആൻഷ്യൻ ഗ്രീക്കിൽ എഴുതിയത് ആളുകൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ അത് വായിച്ച ആളുകൾക്ക് അതുമായിട്ട് കമ്പയർ ചെയ്തും ഡെമോട്ടിക് സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്ത് ഈ ഹീറോഗ്രാഫിക്സിനെ പൂർണ്ണമായിട്ടും ഡെസിഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സുമേറിയൻ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ അവിടെ ബഹിസ്തൂൺ ഫലകം പറയും. അതൊരു റോക്കിൻ്റെ മുകളിലാണ്. അവിടെ 3 ഭാഷകളിൽ എഴുതിയ
ലിഖിതം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു അപ്പം അതിലൊരു ഭാഷ അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് മറ്റു ഭാഷകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള രണ്ട് ഭാഷകൾ ഒന്നിച്ചുള്ളത് അല്ലെങ്കിൽ 3 ഭാഷകളിലെ ലിഖിതങ്ങൾ ഉള്ളത് കൊണ്ടാണ് സുമേറിയൻ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റിയത്. ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ലിഖിതങ്ങളാണ് അത്. അപ്പോൾ അത് ഒന്നൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ അടുത്തതിലേക്ക് എത്താനുള്ള ഒരു വഴിയുണ്ട് അവിടെ. അല്ല, ഈ ലിഖിതങ്ങൾ ഇന്റർകണക്റ്റഡ് അല്ല, പക്ഷെങ്കിൽ ഭാഷ അറിയാവുന്ന ഒരു ഭാഷയിൽ അതേ കാര്യമാണ് മറ്റേതിൽ എഴുതിയത്. ഒന്നിന്റെ കോപ്പിയാണ് ഈ റോസറ്റ സ്റ്റോൺ. അതേ കാര്യം 3 ഭാഷകളിൽ എഴുതി. അപ്പോൾ അതിൽ ഒരു ഭാഷയിൽ എഴുതിയത് വായിച്ചു, മറ്റൊരു ഭാഷയിൽ ഭാഗികമായിട്ട് വായിക്കാൻ പറ്റും, അങ്ങനെ 3ാമത്തെ ഭാഷകളിൽ വായിക്കാൻ പറ്റും. സ്ക്രിപ്റ്റിലുള്ള ഈ ഡിഫറൻസ് കണ്ടെത്താനുള്ള ഒരു കോഡ് നിങ്ങൾ ഈ ഭാഷ എന്നുള്ളതാണ്. അതെ. പക്ഷേ ഇൻഡസ് വാലിക്ക് ഉണ്ടായിരുന്ന ഭാഷ എന്താണെന്നുള്ളത് സമാന്തരമായ ഒരു ഭാഷ ലോകത്ത് എവിടെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണോ? എന്താണ് അതിന്റെ പ്രശ്നം? ഇൻഡസ് വാലിയിലുണ്ടായിരുന്ന ഭാഷ ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റിയിട്ടില്ല. ഏത് ഭാഷയാണെന്ന് ഇതുവരെയും അവരുടെ ഈ ലിഖിതങ്ങളുടെ സ്വഭാവം എന്താ പറയാൻ പറ്റുക? ഈ ലിഖിതങ്ങളുടെ ഘടനയെ പറ്റി പഠിച്ച ആളുകൾ അതൊരു അഗ്ലൂട്ടിനേറ്റീവ് ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. അതായത് വാക്കുകളെ സഫിക്സിങ് ലാംഗ്വേജ്, വാക്കുകളോട് തൊട്ട് സഫിക്സുകൾ കൂടി ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു ഭാഷയാണെന്നാണ് പറയുന്നത്. രാമനും കൃഷ്ണനും അങ്ങനെയുള്ള ഞാൻ കാട്ടിലേക്ക് പോകുന്നു, ഓരോ വാക്കുകൾ സഫിക്സുകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് ആണ് ഭാഷ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഭാഷയാണ് ഈ ഇൻഡസ് വാലിയിലുണ്ടായിരുന്ന ഭാഷ. ഇതുപോലെ സുമേറിയൻ ഭാഷയും സഫിക്സിങ് ലാംഗ്വേജ്, അതൊരു അഗ്ലൂട്ടിനേറ്റീവ് ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഭാഷയാണ് ഇൻഡസ് വാലിയിലെ ഭാഷ എന്നാണ് ഭാഷ ഘടന പഠിച്ച ആളുകൾ പറയുന്നത്. ഐരാവത മഹാദേവന്റെ കാര്യം പറഞ്ഞ അദ്ദേഹവും അത് ഒരു സഫിക്സിങ് അല്ലെങ്കിൽ അഗ്ലൂട്ടിനേറ്റീവ് ലാംഗ്വേജ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ അഗ്ലൂട്ടിനേറ്റീവ് ലാംഗ്വേജുകളുടെ സ്വഭാവം വെച്ചിട്ട് അത് വായിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് മഹാദേവൻ നടത്തിയത്. യഥാർത്ഥത്തിൽ മഹാദേവൻ്റെ സ്റ്റഡീസ്, മഹാദേവനാണ് ഒരുപക്ഷെ സമീപകാലത്ത് ഇതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയൊരു പണ്ഡിതൻ. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്. അതേപോലെ തന്നെ വേറൊരാൾ ഈ പറയുന്ന ഫിൻലൻഡ് പോലെയുള്ള പ്രദേശങ്ങളിലാണ് മറ്റൊരു വലിയ താല്പര്യ മേഖലയായിട്ട്. ഇൻഡസ് വാലിയുടെ അക്കാദമിക് ആയിട്ടുള്ള പഠനങ്ങൾ നടക്കുന്ന മറ്റൊരു പ്രധാനമായിട്ട് ഫിൻലൻഡ്, സ്കാൻഡിനേവിയൻ്റെ ആസ്കോ പെർപോളയെ പോലെ. ആസ്കോ പെർപോളയുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റുമോ? ആസ്കോ പെർപോള സത്യത്തിലൊരു സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹം സംസ്കൃതവും വേദങ്ങളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് ഈ സംസ്കൃതത്തിൽ ചില വാക്കുകളൊക്കെ അതിൻ്റെ ഒറിജിൻ എവിടെയാണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം അന്വേഷിച്ചു വന്നപ്പോഴാണ് മറ്റു ഭാഷകളും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ ഇൻഡസ് വാലിയിൽ ഉള്ള സ്ക്രിപ്റ്റ്, അതിൻ്റെ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അദ്ദേഹം അതിനെ പറ്റിയിട്ട് വളരെ കാര്യമായ പഠനങ്ങൾ, അദ്ദേഹം ആ ഫീൽഡിലേക്ക് വളരെ കാര്യമായിട്ട് തിരിയും. അദ്ദേഹം ദീർഘകാലമായ പ്രവർത്തനം അദ്ദേഹം ആ ഫീൽഡിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ വളരെ വലിയ പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അല്ല, അതിൻ്റെ റിസൾട്ട് എന്താണ്? ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു സൂചന കിട്ടുന്ന തരത്തിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ? അദ്ദേഹം ചില ഉദാഹരണത്തിന് ഫിഷ് സയൻസ് ആണ് അത് മെയിനായിട്ട്. അത് ഈ മറ്റേ ചില ആസ്റ്ററിസംസിനെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ള മട്ടിലൊക്കെ ചില പഠനങ്ങൾ ചില ഹൈപ്പോത്തസിസുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും, കാരണം അത് ഉദാഹരണത്തിന് ഒരു മീൻ, അതിൻ്റെ കൂടെ സംഖ്യകൾ 1, 2, 3, 4, 5, 6 അങ്ങനെ സംഖ്യകൾ. അല്ല, അത് ഒരു പൊതുവിൽ കേൾക്കുന്നൊരു, എനിക്കതിൻ്റെ ചരിത്രം അറിയില്ല, പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് അധികവും കച്ചവടക്കാരാണ് ഈ ഇൻഡസ് വാലി സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സീലുകൾ, ഈ മുദ്രകൾ ഉണ്ടാക്കിയതും അവരുടെ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ലിഖിതങ്ങളാണ് ഇത് എന്നും പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടാവാനിടയുണ്ടോ? അങ്ങനെ ഒരു വാദഗതിയുണ്ട്. ഒരു പക്ഷേ അത് ശരിയായിരിക്കാനും വഴിയുണ്ട്. അത് കൃത്യമായിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പലതും അത് തുണിയുടെ കഷ്ണം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് പക്ഷെങ്കിൽ ലിഖിതങ്ങൾ, അതിൻ്റെ ആ മുദ്രകൾ, അത് പുറകിൽ അത് പിടിക്കാനുള്ളത് പോലെയുള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെയുള്ള
കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അത് ഇത് സീല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളൊരു വാദഗതി ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ആ പീരീഡിൻ്റെ ഒരു വലിയ പിന്നീട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികളൊന്ന് മൊഹൻജാദാരോ, ഹരപ്പ തുടങ്ങിയ നഗരങ്ങൾക്ക് പുറമെ ഒരു വിശാലമായ പ്രദേശത്ത്, ഏതാണ് ഇപ്പോൾ പഞ്ചാബ് അടങ്ങുന്ന ഈവൻ ഗുജറാത്ത് വരെ വരുന്ന ഒരു അതിവിശാലമായ പ്രദേശത്തേക്ക് വ്യാപിച്ചിരുന്ന ഒരു സംസ്കാരമാണ് 1000, 1500, 2000 കൊല്ലക്കാലം ഉണ്ടായിരുന്നു. അവരിൽ പലർക്കും മറ്റ് പ്രദേശങ്ങളായിട്ട് വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന മട്ടിലുള്ള ഒരു പുതിയ ഒരു ആർഗ്യുമെൻ്റ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. അല്ല, ഇൻഡസ് വാലി സിവിലൈസേഷന് സുമേറിയൻ ആയിട്ടും വാണിജ്യ ബന്ധങ്ങളുണ്ടായിരുന്നത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻഡസ് വാലിയിലുള്ള ആളുകൾ സുമേറിയയിൽ, അവിടെ ഒരു മെലൂഹൻ വില്ലേജ് ഉണ്ടായിരുന്നു സുമേറിയയിൽ നിന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സുമേറിയയിൽ താമസിച്ച അവിടെ സുമേറിയ ഇൻഡസ് വാലി ുള്ള ആളുകളുടെ ഒരു കോളനി ഉണ്ടായിരുന്നത്. ഇൻഡസ് വാലി സീൽസ് സുമേറിയയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കച്ചവട ബന്ധം സുമേറിയ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഐരാവതം വരുന്നത്. ഐരാവതത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സിൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, അദ്ദേഹം പ്രധാനമായിട്ട് ദക്ഷിണേന്ത്യയുമായിട്ട് ഈ സംസ്കാരത്തിനുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ചാണ് പുള്ളി പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് ഭാഷാപരമായിട്ടുള്ള ചില സവിശേഷതകൾ, ദക്ഷിണേന്ത്യയിലെ ആദിദ്രാവിഡ ഭാഷയും അതിൻ്റെ രീതികളും, അതിൻ്റെ ബ്രഹ്മി സ്ക്രിപ്റ്റും ഈ ഇൻഡസ് വാലി സ്ക്രിപ്റ്റും തമ്മിലുള്ള ചില എന്താ പറയുക സാമ്യം തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ പല സ്ഥലത്തും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിലെങ്കിലും കണ്ടെത്തിയിരിക്കുന്ന ഈ ഇൻഡസ് വാലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഉത്ഖനനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അത്രത്തോളം ശരിയുണ്ട് അതിനകത്ത്. മഹാദേവൻ നടത്തിയ ചില പഠനങ്ങൾ, ഉദാഹരണത്തിന് സനൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോർട്ട് ഷെഡിങ്. സനൂർ എവിടെയാണ്? സനൂർ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഏത് ഭാഗത്ത്? സനൂർ എനിക്ക് തോന്നുന്നു ചെന്നൈയുടെ സുലൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ ആ ഭാഗത്ത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ ഈ സനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോർട്ട് ഷെഡിങ്സിൽ ഇൻഡസ് വാലിയിലുള്ള അക്ഷരങ്ങളുമായിട്ട് സാമ്യമുള്ള 3-4 അക്ഷരങ്ങൾ അവിടെ പോർട്ട് ഷെഡിങ്സിൻ്റെ അതുപോലെ സുലൂരിലെ ഒരു പാത്രം, ഒരു പ്ലേറ്റിന്റെ മേലെ സുലൂർ ഫുൾ പ്ലേറ്റ് കിട്ടി. ആ പ്ലേറ്റിന്റെ മേലെ അതിനുമായിട്ട് സാമ്യമുള്ള ചിത്രങ്ങളാണ് അതിലുള്ളത്. അല്ല, അവിടെ ഉപയോഗിച്ചത് ഏതാണ്ട് 1000-1500 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത്. വെച്ചാൽ ഇൻഡസ് വാലിയുടെ കേന്ദ്രഭൂമിയിൽ നിന്ന് തമിഴ്നാട്ടിലെ ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ 1500 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. അപ്പോൾ ഏതാണ്ട് സാമ്യമുള്ള ഭാഷാ രീതികൾ അല്ലെങ്കിൽ ലിഖിത രീതികൾ ഉണ്ടാവണമെങ്കിൽ സാംസ്കാരികമായ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ വേണ്ടേ? അത് ഒരു പക്ഷേ അവിടെയുള്ള ആളുകൾ ഇങ്ങോട്ട് ഇൻഡസ് വാലിയിലുള്ള ആളുകൾ ഇപ്പോൾ സുമേറിയ വരെ പോയിട്ടുണ്ടെങ്കിൽ ഇൻഡസ് വാലിയിലുള്ള ആളുകൾ ഒരു പക്ഷേ തെക്കേ ഇന്ത്യയിലും വന്നിട്ടുണ്ടാവുക. ഉദാഹരണത്തിന് സെമ്പിയൻ കണ്ടിയൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം തമിഴ്നാട്ടിൽ, അവിടെ ഒരു ആക്സ് കണ്ടെത്തിയിട്ട് ആ ആക്സിൻ്റെ മുകളിലും ഇതുപോലെ ഇൻഡസ് വാലി സ്ക്രിപ്റ്റിലുള്ള അതേ അക്ഷരങ്ങൾ 3 അക്ഷരങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ ആണുള്ളത്. ആ ആക്സ് തീർച്ചയായിട്ടും അത് ഇൻഡസ് വാലിയിൽ നിന്ന് വന്ന ആക്സ് ആവാനേ സാധ്യതയുള്ളൂ. അല്ലാതെ അവിടെ ഉണ്ടാക്കിയ തമിഴ്നാട്ടിലുണ്ടാക്കിയ ആക്സ് ആവാൻ വഴിയില്ല. അപ്പോൾ ആ ആക്സ് അവിടെ എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ പറ്റി ഇതുവരെ ആരും അതിനൊരു തിയറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആളുകൾ അവിടെ വന്നിട്ടുണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എത്ര കൊല്ലം പഴക്കമുള്ളതായിരിക്കും ആ ബന്ധങ്ങൾ? ഒരു 3000 കൊല്ലത്തിൻ്റെ എങ്കിലും ഒരു പരസ്പരം ഈ പറഞ്ഞ ആക്സ് കണ്ടെത്തിയിട്ടുള്ള സ്ഥിതിക്ക് ഒരുപക്ഷെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്ത കാലത്തുള്ള ആക്സ് ആയിരിക്കും ഇതെത്തിയത്. പക്ഷേ ഈ സുലൂറിലുള്ള പ്ലേറ്റ് ഒക്കെ പറയുന്നത് അത് അത്ര പഴക്കമുള്ള, അതൊരു 3000 കൊല്ലം പഴക്കം. ഇൻഡസ് വാലി സിവിലൈസേഷൻ കഴിഞ്ഞ 1000 കൊല്ലം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ സനൂറിലും സുലൂറിലും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള ആ പ്ലേറ്റും മറ്റേ പോർട്ട് ഷെഡിങ്ങും ഒക്കെ. പക്ഷേ ഈ ആക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് അത് ആ ഇൻഡസ് വാലിയിൽ നിന്ന് വന്ന ആക്സ് തന്നെ ആയിരിക്കാം. ഏതാണ്ട് എത്ര വർഷത്തിന്റെ പഴക്കം ഉണ്ടാവും അത് അറിയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഇൻഡസ് വാലിയിൽ നിന്ന് വന്ന ആക്സ് ആണെങ്കിൽ അതിനൊരു 3000, ഇപ്പോഴത്തെ കണക്കിനാണെങ്കിൽ 4000 വർഷത്തിന്റെ കണക്ക് അല്ല, ഇപ്പോഴത്തെ കണക്കിന് 4000 വർഷത്തിന്റെ പഴക്കം. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ഐരാവതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിന്റ്. അതായത് തമിഴ്നാട്ടിലുള്ള വേലർ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റിയുമായിട്ടൊരു ബന്ധം അദ്ദേഹം പറയണ്ടേ. എന്താ അത്?
അദ്ദേഹം ആ വേളീർ കമ്മ്യൂണിറ്റി, എന്ത് കമ്മ്യൂണിറ്റിന്റെ പേര്? വേളീർ എന്ന ഒരു ക്ലാനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ സംഘം കൃതികളെ ആധാരമാക്കി അദ്ദേഹം വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ തമിഴ് ബ്രാഹ്മി സ്ക്രിപ്റ്റുകൾ ഡെസിഫർ ചെയ്യാൻ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹമാണ് ഡെസിഫർ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഈ തമിഴ് സംസ്കാരവും തമിഴ് സംഘം ലിറ്ററേച്ചറൊക്കെ അദ്ദേഹം കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ദ്വാരക എന്നുള്ള സ്ഥലത്തിന് അദ്ദേഹം പറയുന്നത് തുവരൈ എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്നൊരു 48 ജനറേഷൻസ് ഓഫ് മൈഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി സംഘം ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളാണ് തമിഴ്നാട്ടിൽ പിന്നീട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ്. അപ്പോൾ ഈ പറഞ്ഞ ചേര, അതുപോലെ പാണ്ഡ്യ കിങ്സിൻ്റെ പൂർവികരൊക്കെ സിന്ധു നദീതടത്തിൽ നിന്ന് വന്നവരാണെന്നുള്ള മട്ടിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ആ രീതിയിലൊക്കെ വാദഗതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വാദഗതികളിൽ കാണിക്കുന്ന ഒരു സംഗതി എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ സംസ്കാരം പിന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കൃത സംസ്കാരത്തിന് എന്ന് വെച്ചാൽ വേദിക് സിവിലൈസേഷൻ അത് ഒരു 1500 കൊല്ലം ക്രിസ്തുവിന് മുമ്പ് ഒരു 1500 കൊല്ലം മുമ്പുള്ള ഒരു പീരീഡാണെന്ന് തോന്നുന്നു. ഈ വേദ സംസ്കാരം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നൊരു പീരീഡ്. അപ്പം പിന്നെ 4 വേദങ്ങൾ വരുന്നു. ആദ്യത്തെ വേദത്തിൻ്റെ കാലം മുതൽ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒരു ക്രിസ്തുവിന് ഒരു 1500 കൊല്ലം മുമ്പിൻ്റെ ഒരു കണക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തമിഴ്നാട്ടിലുള്ള സംസ്കാരം ഒരുപക്ഷെ അതിനേക്കാൾ മുമ്പുള്ള ഒരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന ഒരു ആർഗ്യുമെൻ്റാണ് ഐരാവതത്തിൻ്റേതെന്നാണ് തോന്നുന്നത്, അല്ലേ? വേദസംസ്കാരം സത്യത്തിൽ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പഠിച്ച് ഇതിൻ്റെ കാലഗണന, ഋഗ്വേദത്തിൻ്റെയൊക്കെ കാലഗണന നടത്തിയ പാശ്ചാത്യ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ വേദങ്ങൾ ഈ പഞ്ചാബ് അതുപോലെയുള്ള ആ പ്രദേശത്ത് പൊതുവെ ഗ്രേറ്റർ പഞ്ചാബ് പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളാൽ എഴുതപ്പെട്ടതാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ പ്രദേശത്തേക്ക് ഈ വേദ സംസ്കാരത്തിൻ്റെ ആളുകളുടെ പൂർവികർ വന്നത് ഈ സൈന്ധവ സംസ്കാരം ഈ തകരുന്ന കാലഘട്ടം 1000 BC 1800 കാലത്തിന് ആ കാലഘട്ടം മുതലാണ്. അത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മുതലാണ്. ബി ലാലിൻ്റെ ഒക്കെ ചില പുസ്തകങ്ങളിൽ പറയുന്നത് ഈ സൈന്ധവ സംസ്കാരത്തിൻ്റെ ആ സെറ്റിൽമെൻറ്റിൻ്റെ അടുത്ത് തന്നെ വേദിക് ആളുകളുടെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് ബി ലാൽ ചില സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വേദ സംസ്കാരത്തിൻ്റെ ആളുകൾ അവിടെ വന്നതും അതിനുശേഷമാണ് ഈ പറഞ്ഞ ഋഗ്വേദം പോലെയുള്ള കൃതികൾ ക്രോഡീകരിക്കപ്പെട്ടത്. ആ കൃതികൾ എന്ന് പറഞ്ഞാൽ അത് അവരുടെ പുരാതന സംസ്കാരത്തിനെ അതിന് എത്രയോ വർഷങ്ങൾ, ആയിരക്കണക്കിന് കൊല്ലം മുമ്പുള്ള കഥകളെയും അത് ആ സംസ്കാരത്തിനെയൊക്കെ ക്രോഡീകരിച്ച് എഴുതപ്പെടുന്നത് ഒരു BC 1200 ഒക്കെ ആയപ്പോഴാണ് ഈ ഋഗ്വേദം പോലെയുള്ള കൃതികൾ അതിൻ്റെ ഇപ്പോഴെ കാണുന്ന രൂപം പ്രാപിച്ചത് എന്നുള്ള രീതിയിലാണ് അതിനെപ്പറ്റി പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത്. അല്ല, ഇതിനകത്തുള്ള പ്രധാന ഒരു പൊളിറ്റിക്കൽ ആംഗിൾ വരുന്നത് തമിഴ്നാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ ഈ ദ്രവീഡിയൻ സംസ്കാരം ആക്ച്വലി ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും ആദിക സംസ്കാരമാണ് എന്ന ഒരു ആർഗ്യുമെൻ്റ്, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആർഗ്യുമെൻ്റാണത്. ആ ആർഗ്യുമെൻറ്റിനകത്ത് എത്രത്തോളം ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം. ആർഗ്യുമെൻറ്റിനൊരു പ്രധാന കാരണം ഈ സംഘകാല കൃതികൾ അത് അവിടെ നിലനിന്നിരുന്നൊരു പ്രബലമായ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണെന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഖനനം കൊണ്ടുള്ള കണ്ടെത്തലുകൾ വളരെയധികം ഉണ്ടാവാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അങ്ങനെയുള്ള ഖനനങ്ങൾ ഈ അടുത്ത കാലത്താണ് കീഴടി എന്ന പ്രദേശത്ത് ഖനനങ്ങൾ നടന്നിട്ടുണ്ട്. BC 6-ാം നൂറ്റാണ്ട് മുതൽ അവിടെ ഒരു നഗര സംസ്കാരത്തിൻ്റെ സൂചനകളുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. BC 3-ാം നൂറ്റാണ്ട് മുതൽ അവിടെ വളരെ കുറച്ച് വലിയ നഗരം
തന്നെ രൂപപ്പെടുത്തപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ ഉത്ഖനനങ്ങൾ നടന്നതിൽ നിന്ന്. അതിനു മുമ്പ് പല ഈ ഉദാഹരണത്തിന് ഇരുമ്പിൻ്റെ ഉപയോഗം, അത് തുർക്കിയിലാണ് ആദ്യമായിട്ട് ഇരുമ്പ് അയിര് ശുദ്ധീകരിച്ച് ഉപയോഗിച്ച് അവിടെ നിന്നാണ് അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നതെന്നാണ്. അതിനെക്കാട്ടിലൊക്കെ മുമ്പ് ഏകദേശം ഒരു BC 3-ാം നൂറ്റാണ്ട് BC 3400 തമിഴ്നാട്ടിലുള്ള ചില സ്ഥലങ്ങളിൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും ശിവഗൈ പോലെയുള്ള പല സ്ഥലങ്ങളിലും ഈ ഇരുമ്പിൻ്റെ ആയുധങ്ങളും അതുപോലെ ഉപകരണങ്ങളും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഈ ഡേറ്റിംഗ് പറയുന്നത് വളരെ പഴയതാണ്, ഏകദേശം 5000 കൊല്ലം പഴക്കമുള്ള. അത്രയും പഴക്കം ഈ തുർക്കിയിലുള്ള ഈ ഖനനങ്ങൾക്കും അല്ല തുർക്കിയിൽ ഈ ഇരുമ്പായുധങ്ങൾ കണ്ടുപിടിച്ച് അത് ഇരുമ്പായുധങ്ങൾ നമ്മളെ ഈ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഇരുമ്പിൻ്റെ ഉപകരണങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന ഏകദേശം BC 1200-നടുത്താണെന്നാണ് പറഞ്ഞത്. ഇത് പക്ഷേ BC 3000-നടുത്താണ് ഈ പറഞ്ഞ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഈ ഇരുമ്പിൻ്റെ ഉപകരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസ്കാരത്തിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ ഈ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. അല്ലാതെ ആക്ച്വലി നമ്മൾ ലോകത്തെക്കുറിച്ച്, ലോക ചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു പുതിയ ചിത്രം ഉയർന്നു വരുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇരുമ്പിൻ്റെ യുഗത്തോടു കൂടിയാണ് ആയുധങ്ങളുടെ പ്രധാനപ്പെട്ട പ്രയോഗം വരുന്നത്. ആക്ച്വലി ഒരു വികസനത്തിൻ്റെ കാലം വരുന്നത്, കൃഷിയുടെ വികസനം വരുന്നത് ഇരുമ്പിൻ്റെ വളർച്ചയോടുകൂടിയാണ്. അപ്പം അത് ലോകത്ത് സുമേറിയ പോലുള്ള പ്രദേശങ്ങളിലാണ് അതിൻ്റെ കേന്ദ്രമായിട്ട് പൊതുവിൽ നേരത്തെ സങ്കല്പിക്കപ്പെട്ടിരുന്നത്. ഈ കീഴടിയിൽ വരുന്ന ഗവേഷണങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പക്ഷേ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആദ്യത്തെ സംസ്കാരങ്ങളിലൊന്ന്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആരംഭിച്ചത് സൗത്ത് ഇന്ത്യയിലാണ് എന്ന് വരുമ്പോൾ പൊതുവിൽ നമ്മുടെ ചരിത്ര പഠനത്തിൽ വലിയ മാറ്റം വരില്ലേ? ചരിത്രത്തിൻ്റെ അനാലിസിസിൽ വലിയ മാറ്റം വരേണ്ടി വരില്ലേ? മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉത്ഖനനങ്ങൾ നടത്തി. ഉദാഹരണത്തിന് ഈ ഇരുമ്പിൻ്റെ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ കണ്ടെത്തി അതുമായിട്ട് ബന്ധപ്പെട്ട സംസ്കാരം ഏതാണ്, അത് ഏത് രീതിയിൽ രൂപപ്പെട്ടു വന്നു, അതൊക്കെ അവിടെ വീണ്ടും ഉത്ഖനനങ്ങളൊക്കെ നടത്തി അത് ആ ജനതയും ആ സംസ്കാരത്തിനെയും നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടുതൽ പഠനങ്ങളും ഉത്ഖനനങ്ങളും നടത്തിയാൽ മാത്രമേ നമുക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഖണ്ഡിതമായിട്ട് പറയാം. പക്ഷേ ഇപ്പം കീഴടിയിലെ ഫോർ എക്സാമ്പിൾ കീഴടിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അവിടെ ഈ ഗവേഷണം നടത്തുന്നു. ആ ഗവേഷണത്തിൽ കണ്ടെത്താൻ കഴിയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരം അവിടെയാണ് ഉയർന്നു വന്നത്, നാഗരിക സംസ്കാരം എന്നുള്ള മട്ടിലുള്ള ഒരു പുതിയ ഒരു തിസിസ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത്തരം പ്രവർത്തനങ്ങളിൽ ഒരു തടസ്സം വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളുകൾ അവിടുന്ന് മാറ്റി ആസാമിലേക്ക് മാറ്റി. ഇത്തരം അക്കാദമികമായ പ്രവർത്തനങ്ങളിൽ അധികാരികൾ ഇടപെടുന്നത് എത്രത്തോളം ആശാസ്യമാണ്? സത്യത്തിൽ അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് സ്വതന്ത്രമായിട്ടുള്ള സാർവദേശീയ തലത്തിലുള്ള ഈ കാര്യത്തിൽ പാണ്ഡിത്യമുള്ള ഉദ്ഘാടനം നടത്തുന്ന പ്രശസ്തരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനങ്ങൾ ഈ തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നടത്തി അതിനെ ശരിയായ രീതിയിലുള്ള ഉദ്ഘാടനങ്ങൾ നടത്തി അതിൻ്റെ തീയതികളിലൊക്കെ കാർബൺ ഡേറ്റിങ്ങും ഇതുമൊക്കെ നടത്തി ശരിയായി സ്ഥാപിച്ചെടുത്ത് ആ സംസ്കാരങ്ങളെ പറ്റിയിട്ട് രാഷ്ട്രീയമായിട്ടും ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ആശയഗതികൾക്കോ ഐഡിയോളജികൾക്കോ ഇടപെടാൻ പറ്റാത്ത രീതിയിൽ കുറേ കൂടെ സ്വതന്ത്രമായിട്ടുള്ള ഉത്ഖനനങ്ങളും പഠനങ്ങളും ഒക്കെ നടത്താനുള്ളൊരു ആ രീതിയിലുള്ളൊരു ശ്രമം നടന്നാൽ സാർവദേശീയ തലത്തിൽ ഈ കാര്യങ്ങൾ ആളുകളുടെ ശ്രദ്ധയിൽ, പണ്ഡിതന്മാരുടെ എക്സ്പേർട്സിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലുകളും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇതിനെ ഉപയോഗിക്കുക പല ഭാഗത്തു നിന്നും രാഷ്ട്രീയമായിട്ട് ഈ നമ്മളെ പുരാതനമായിട്ടുള്ള
രാജ്യങ്ങളിലുള്ള സംസ്കാരത്തിലുള്ള കണ്ടെത്തലുകളെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ അതൊക്കെ വളരെ സങ്കുചിതമായിട്ടുള്ള ശ്രമങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ സംസ്കാരം എല്ലാവർക്കും ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്കെല്ലാം ലോകത്ത് എവിടെയെങ്കിലും ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അത് ലോക ജനതകളുടെ മുഴുവൻ പൊതുസ്വത്താണ്. അത് ആരുടെയും അല്ല, ചില ആളുകളുടെ മാത്രം പൊതുസ്വത്തല്ല, ആ പ്രദേശത്ത് താമസിക്കുന്നവരുടെയും സ്വത്തല്ല, അതെല്ലാവരുടെയും കൂടെ. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മളിതിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ. താങ്കളൊരു അക്കാദമിഷ്യൻ എന്നുള്ളതിലേക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളിൽ ഈ സംസ്കാരത്തെയും ചരിത്രത്തെയും പാരമ്പര്യങ്ങളെയും ഈ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എത്രത്തോളം, അതായത് ഒരു പക്ഷേ ജനതയെ ശക്തിപ്പെടുത്താൻ, ജനതയെ ഊർജ്ജസ്വലമാക്കാനൊക്കെ സഹായിക്കുമായിരിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് ഏതെങ്കിലും തരത്തിൽ അത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ, എന്താണ്? അത് താൽക്കാലികമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇത്തരം പഠനങ്ങൾ. കാരണം ഓരോരോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഓരോ പഠനങ്ങളെയും ഗതി തിരിച്ച് വിടാൻ ശ്രമിച്ചാൽ ആ പഠനങ്ങളെ പറ്റിയിട്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ആ പഠനങ്ങളെ ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം തടസ്സങ്ങളുണ്ടാകും. അങ്ങനെ തടസ്സങ്ങളുണ്ടാകുമ്പം അത് നമ്മൾ ആ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള പിന്നെയും വളരെയധികം സമയമെടുത്തു വരും. കാരണം പല തടസ്സങ്ങൾ പലതര ഗ്രൂപ്പിൽ പലതര ഇടങ്ങളിൽ ഉണ്ടായാൽ ആ പഠനങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടും. അപ്പോൾ ഈ പഠനങ്ങൾക്ക് ശരിയായ രീതിയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ആളുകൾക്ക് മനസ്സിലാക്കുന്നതിനും വളരെ വലിയ കാലതാമസം ഉണ്ടായാൽ അത് നമ്മളെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ പൈതൃകത്തിനെ സംരക്ഷിക്കുന്നതിൽ വളരെ വലിയ ദോഷം ചെയ്യുന്നുള്ള അഭിപ്രായമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സംസ്കാരം, ചരിത്രം, പാരമ്പര്യങ്ങൾ ഇതൊക്കെ ലോകത്തിൻ്റെ ഒരു പൊതുസ്വത്താണ്. അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെയോ ഏതൊരു രാഷ്ട്രീയ കക്ഷിയുടെയോ ആയിട്ട് ചുരുക്കുന്നത് ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം മാത്രമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത, അല്ലേ? അതെ, ഒരു സംശയവുമില്ല കാര്യത്തിൽ. വളരെ നന്ദി ഡോക്ടർ ജ്യോതി ബാബു. നന്ദി.